सांसों में बसा ये सिलसिले हो जाने दे जरा എടാ അജു നിക്കടാ. ഓ പിന്നെ ഞാൻ ഇന്ന് നിന്ന് തരാം, വേണമെങ്കിൽ എന്നെ പിടിക്കാൻ നോക്ക് നീ. ഓ എന്റെ പിള്ളേരെ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ കിടന്ന് ഓടുന്നേ? നോക്കുമ്മ, അവൻ എന്റെ ഐസ്ക്രീം എടുത്തോണ്ട് പോയി. ഇത്ര ചെറിയ കാര്യത്തിനാണോ പിള്ളേരെ നിങ്ങൾ രണ്ടുപേരും കൂടെ തല്ലു പിടിക്കുന്നേ? കൊറേ നേരം ക്യൂ നിന്ന് അവസാനം കിട്ടിയ ഒരു ഐസ്ക്രീം ആയിരുന്നു അത്. അജു നിക്കടാ അവിടെ. ശ്വേതാംബരധരേ ദേവി നാനാലങ്കാരഭൂഷിതേ ജഗത്സ്ഥിതേ ജഗന്മാതേ. അയ്യോ ഐഷു. അയ്യോ എന്റെ കുഞ്ഞി വീണേ. എടാ ഹരി, എന്ത് പണിയാടാ നീ കാണിച്ചത്? ആ കൊച്ചിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാ നമ്മൾ എന്ത് ചെയ്യും? എടാ സത്യമായിട്ട് ഞാൻ അറിഞ്ഞോണ്ടല്ല, അവളെ ഞാൻ കണ്ടില്ല, അറിയാതെയാ. എന്തായാലും ഇനി ഇവിടെ നിക്കണ്ട, വാ നമുക്ക് പോവാം. പാവം കൊച്ചിനെ എന്തിനാടാ നീ തെള്ളിയിട്ടത് മോളീന്ന്? എടാ നീ എന്തിനാടാ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നേ? ഞാൻ അറിഞ്ഞോണ്ടല്ലോ. എടാ ഞാൻ കുറ്റപ്പെടുത്തിയതല്ല നിന്നെ, എനിക്കറിയാം നീ അറിഞ്ഞോണ്ടല്ലെന്ന്. എന്നാലും ഒരു സുഖം. എടാ അജു, എനിക്ക് അവളെ ഇപ്പൊ തന്നെ കാണണം. കണ്ടിട്ടിപ്പൊ എന്തിനാ? അവരുടെ വായിരിക്കുന്നത് കേൾക്കാനോ? അവരിനി എന്തെങ്കിലും പറയുവാണെങ്കിൽ അത് ഞാനങ്ങ് സഹിച്ചു. എന്തായാലും എനിക്ക് അവളെ ഒന്ന് കാണണം. എടാ അവൾ ആരാ എന്താ എന്നൊന്നും നമുക്കറിഞ്ഞൂടാ, പിന്നെ കാണാൻ പോയിട്ട് എന്താ കാര്യം? എന്തായാലും ഞാൻ കാരണമല്ലേ അവളെ വീണത്. എനിക്ക് അവളെ കണ്ടൊരു സോറി എങ്കിലും പറയണം. നീ അവളെ കുറിച്ചൊന്ന് അന്വേഷിച്ചു നോക്കടാ. ആ ഞാൻ ആ വീട്ടിലൊന്ന് അന്വേഷിച്ചു നോക്കട്ടെ അവളെ കുറിച്ച്, എന്നിട്ട് നിന്നോട് പറയാം. എടാ ഹരി, കിട്ടി കിട്ടി മോനെ, കിട്ടി. എടാ അവൾ എന്റെ ബന്ധുവാടാ, ഞാനിപ്പോഴാ അതിനെ കുറിച്ച് അറിയുന്നത് തന്നെ. അവള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്നാ പറഞ്ഞത്. എന്തായാലും അത്രയും മുകളിൽ വീണതല്ലേ, തലയ്ക്ക് നല്ല പരിക്കുണ്ടെന്ന് പറഞ്ഞു. എന്നാ നമുക്ക് അവളെ കാണാൻ ഇപ്പൊ തന്നെ പോവാടാ. ആയിഷ, ഞാൻ ഹരി. നിനക്കെന്നെ ഓർമ്മയുണ്ടോ? നമ്മളന്ന് കോളേജിൽ. നീ അല്ലടാ എന്നെ മോളിൽ തള്ളി താഴെയിട്ടത്. എടി സത്യമായിട്ട് ഞാൻ അറിഞ്ഞോണ്ടല്ല, സോറി. ഞാൻ കണ്ടില്ലായിരുന്നു നിന്നെ, പെട്ടെന്നുണ്ടായ ഒരു ആക്സിഡന്റ് അത്. ഇനിയിപ്പൊ അങ്ങനെ പറഞ്ഞാ മതിയല്ലോ. നീ അനുഭവിക്കടാ. ഇങ്ങേരിതെന്തോന്ന് പറയുന്ന ഒരു തേങ്ങയും മനസ്സിലാവുന്നില്ലല്ലോ ദൈവമേ. ഓക്കെ സ്റ്റുഡൻസ്, അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ആയിഷേ, നീ അങ്ങോട്ടൊന്ന് നോക്കിയേ, ദേ മറ്റേ ചേട്ടൻ. ഈ ചേട്ടൻ എപ്പോഴും നിന്നെ പറയുന്നുണ്ടല്ലോടി. എന്താ മോളെ ഒരു ചുറ്റിക്കളി? എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളിയില്ല. ഇതങ്ങനെ വിട്ടാ പറ്റൂല. തന്നെ ഞാൻ നല്ല വെളുപ്പ് ശ്രദ്ധിക്കുന്നുണ്ട്. എപ്പൊ നോക്കിയാലും താൻ എന്റെ പറയുന്നാണല്ലോ. തനിക്ക് ശരിക്കും എന്താ വേണ്ടത്? എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ പുറകെ നടക്കുന്നത്, അല്ലാതെ വേറെ ഒന്നും എനിക്ക് വേണ്ട. അന്ന് ഞാൻ ആ പറഞ്ഞതിന്റെ പേരിലാണ് നിങ്ങൾ ഈ നടക്കുന്നെങ്കിൽ
അത് വെറുതെയാണ്. അവരന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളെ ഇഷ്ടമാണെന്ന് വന്ന് പറഞ്ഞത്, അല്ലാതെ ഒന്നുമില്ല. നിന്റെ ഇഷ്ടമൊക്കെ ആരും നോക്കുന്നു, എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ പുറകെ നടക്കുന്നു. പ്ലീസ്, തന്റെ കാല് ഞാൻ പിടിക്കാം. എന്നെ ഇനി ഇങ്ങനെ ശല്യം ചെയ്യരുത്. ഇനി എന്റെ പുറകെ ഇങ്ങനെ നടക്കരുത്. ഹരി, നീ ഇന്ന് കോളേജിൽ വരുന്നില്ലേ? ഇല്ലടാ, എന്താന്ന് അറിഞ്ഞൂടാ, എനിക്കൊരു മൂടില്ല. നീ പൊക്കോ, ഞാനിനി വരുന്നില്ല. ഡാളിയ, ശരിക്കും നിനക്ക് എന്താടാ പറ്റിയേ? അവൾ ഇന്നലെ അങ്ങനെ പറഞ്ഞോണ്ടാണോ? ഏയ്, ഇതൊന്നും അല്ല. എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ എന്തായാലും പോവാൻ നോക്ക്. എടി ആയിഷേ, ആ ചേട്ടനെ കാണുന്നില്ലല്ലോ. നീ ഇന്നലെ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയെന്നാ തോന്നുന്നെ. പാവം, അയാള് വന്നാലും ഇല്ലേലും എനിക്കൊന്നുമില്ല. മാനവേട്ട, ഹരിയേട്ടൻ എവിടെ? കുറെ ആയല്ലോ കണ്ടിട്ട്. എന്തു പറ്റി? അവനൊന്നും പറ്റിയിട്ടില്ലടി. അവൻ വീട്ടിൽ തന്നെ ഉണ്ട്. അവന്റെ ഏതൊരു കസിൻ കൊച്ച് വന്നിട്ടുണ്ട്. അവളുടെ കൂടാണ് ഇപ്പൊ ഫുൾ ടൈം. ഓ, എന്നാ മാനവേട്ട, എനിക്ക് ഹരിയേട്ടന്റെ നമ്പർ ഒന്ന് തരുമോ? നമ്പറോ? അവന്റെ നമ്പർ എന്തിനാ നിനക്ക്? അതൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഇപ്പൊ തരാൻ പറ്റുമല്ലോ, അതാദ്യം പറ. നമ്പറൊക്കെ ഞാൻ തരാം, പക്ഷേ ഞാൻ പറയുന്നൊരു കാര്യം നീ എനിക്ക് ചെയ്തു തരണം. എന്ത് കാര്യം? നിങ്ങൾ പറ. എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്തു തരാം. ഇതിന് നിന്നെ കൊണ്ടേ പറ്റൂ, വേറൊന്നുമല്ല. നിന്റെ കൂട്ടുകാരില്ലേ ഐറ, എനിക്ക് അവളെ വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെട്ടു. എനിക്കൊന്ന് സെറ്റാക്കി തരുമോ? ആഹാ, ഇത്രേ ഉള്ളോ? ഞാൻ സെറ്റാക്കി തരാം. ശരിക്കും? ആ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ മാനവേട്ടാ. ആദ്യം നിങ്ങൾ എനിക്ക് നമ്പർ താ, പിന്നെ ഞാൻ സെറ്റാക്കി തരാം. ഓക്കെ, നമ്പറൊക്കെ ഞാൻ അയച്ചേക്കാം. എന്നാ ശരി, ഞാൻ പോട്ടെ. എന്ത് ഭംഗിയാ ഇങ്ങനെ കാണാൻ. എന്തിനാ ഐശമോളെ നീ വെറുതെ ഇങ്ങനെ ചാടിയിട്ട് നടക്കുന്ന? പുള്ളിക്കാരോട് തിരിച്ചെന്ന് പറഞ്ഞാ പോരായിരുന്നോ? വെറുതെ പാവത്തിന് ആട്ടി ഓടിച്ചു. ഒന്ന് വിളിച്ചു നോക്കിയാലോ? ഏയ് വേണ്ട, കുറച്ചുകൂടെ ഒന്ന് കഴിയട്ടെ. ഞാൻ അങ്ങേറിയിട്ടൊന്ന് കറക്കി നോക്കട്ടെ, പിന്നീടാവാം. എത്ര നേരമായിട്ട് ഞാനിവിടെ കാത്തു നിൽക്കുക. അങ്ങനെ എന്താ വരാത്തെ? എന്റെ പൊന്നായിഷേ, കൊറേ നേരമായല്ലോ നീ ഇവിടെ തെങ്ങ് പോലെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇന്നതാണ് അങ്ങേരും വരുമോ? മാനവേട്ടൻ എന്നോട് പറഞ്ഞത് അങ്ങേരുന്ന് വരുമെന്ന്. അതുകൊണ്ടല്ലേ ഞാനിവിടെ കുറ്റി പോലെ നിൽക്കുന്നത്. ആയിഷേ, ദേ നോക്ക്, ഹരിയേട്ടൻ കൂടെ ഒരു പെണ്ണും ഉണ്ടല്ലോ. എന്തായാലും അവൾ ആരാ? എനിക്ക് ഇപ്പൊ തന്നെ അറിയണം. വാ, നമുക്ക് പോയി ചോദിക്കാം. ഹരിയേട്ട, കൊറേ നാളായല്ലോ നിങ്ങളെ കണ്ടിട്ട്. പിന്നെ ഇതാരാ? ഞാൻ കുറച്ച് ബിസി ആയിരുന്നടി. ഇപ്പഴാ ഇങ്ങോട്ടൊന്ന് വരാൻ തോന്നിയത് തന്നെ. പിന്നെ ഇതെന്റെ കസിന്. ഹായ് ഗൈസ്, ഐ എം പല്ലവി. പിന്നെ ഞാൻ ഹരിയേട്ടന്റെ കസിൻ മാത്രല്ല, മുറപ്പെണ്ണൂടിയാ. അല്ലേ ഹരിയേട്ടാ?